ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കായ്പോള. അപ്പോൾ ഞാൻ അതിന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പോള റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ടൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ടൊരു 5-6 അണ്ടിപ്പരിപ്പിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു 2 മീഡിയം സൈസ് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ട് വണ്ട് വന്നിട്ടാകുമ്പോൾ പിന്നെ ഇതിലോട്ടൊരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിതൊന്ന് ചൂടാറുന്നത് വരെ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 2 ഏലക്കായ ചതച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കായ്പോളയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാൻ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് എല്ലാ വശത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെയും നേന്ത്രപ്പഴത്തിൻ്റെയും മിക്സ് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ അടിവശം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകൾ വശം കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി വേറൊരു പാനിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കളർ മാറി വരെ വേണ്ടു. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ്. അത്യാവശ്യം നല്ല ഒരു കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന കായ്പോളയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായ്പോളയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.